ചോദിക്കേ നീ ചോദിക്കടി. അപ്പു ഓ അപ്പു എന്തേ നിങ്ങൾ പേര് വിളിച്ച് കളിക്കണതാ? അതല്ല അപ്പു, മണിക്കുട്ട മാമ ഇവിടുന്ന് ഇറങ്ങി പോയില്ലേ, എന്തോ ഒരു ചുറ്റിക്കളിയില്ലേ? ആ അതെനിക്കും തോന്നി. ചുറ്റിക്കളിയാ? ഞാരാമനെ ജയിച്ചിച്ചാ വയ്യാത്തവനാണ് നിങ്ങൾ ഈ പറയണത്. നിങ്ങൾ വേറെ പണിയൊന്നുമില്ല പിള്ളേരെ? അല്ല അപ്പു, ഒരു ഡൗട്ട്. നിങ്ങൾക്ക് ഇന്ത്യയിൽ പറഞ്ഞ ഡൗട്ട് നോക്ക്. ഇപ്പൊ ഇളകിയ നട്ടുവിള വരുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. അടുക്കള വേറെ പണിയൊന്നുമില്ലേ? അപ്പൊ എല്ലാ പണിയും കഴിഞ്ഞിട്ടാ ഞങ്ങൾ ഇവിടെ വന്നിരിക്കണേ. ചേച്ചി ഒരു പുതപ്പെടുക്കട്ടെ? വേണ്ട. വേണ്ടേ? വേണ്ട. ചേട്ടാ ഒരു പുതപ്പെടുക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട. ചേട്ടൻ ആ സ്പാനർ പിടിക്കണ കാണുമ്പോഴേ അറിയാം ഒരു പ്രൊഫഷണൽ മെക്കാനിക് ആണെന്ന്, അല്ലേ? മക്കളെ നടന്ന് തളർന്ന് വന്നതാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കും മക്കളെ. തണുത്ത എന്തെങ്കിലും മതി ചേച്ചി. തണുത്തവേ. ഓക്കെ, താങ്ക്സ്. താങ്ക്സ് ചേച്ചി. ഇതിനകത്ത് എന്തേരെ? മഴക്കാലമൊക്കെ അല്ലാണ് പുതപ്പ് അതുകൊണ്ട് വിൽക്കാൻ വേണ്ടി വന്ന. വിൽക്കാൻ വേണ്ടി വന്നേണാ? ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ പുതപ്പുണ്ട്. പിന്നെ ഇവിടെ വലിയ തണുപ്പൊന്നുമില്ല. ഞാൻ ചേട്ടന്റെ അടുത്തല്ലേ ചേച്ചി സംസാരിക്കണേ. ചേച്ചി എന്തിനാ ചേച്ചി ഇതിന്റെ ഇടയിൽ കയറി പറഞ്ഞ? എന്തോന്ന് വിളിച്ചേ? ചേച്ചി. ചേച്ചിന്നാ? ഡോ, ഇത്രയും പ്രായമുള്ള ഈ മനുഷ്യനെ കയറി ചേട്ടാന്ന് വിളിച്ചിട്ട് എന്നെ കയറി ചേച്ചിന്ന് വിളിക്കണം. എനിക്ക് കണ്ണുവല്ല കുഴപ്പമുണ്ടോ? സോറി മാഡം. പിന്നെ ഇദ്ദേഹത്തിനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ ഞാനും മറുപടി പറയും. ഞങ്ങളെ നാട്ടിലെ ആണുങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോ പെണ്ണുങ്ങൾ അങ്ങനെ കയറി മിണ്ടാറില്ല. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മിണ്ട്. ആണുങ്ങൾ തമ്മിൽ സംസാരിക്കട്ടെ. അത് കറക്റ്റ്. വെള്ളം കുടി കൂടി കൂടി. സോറി, ശീലായിപ്പോയി. താങ്ക്സ് ചേച്ചി. ഞാൻ എത്രയോ വീടുകളിൽ കയറി ഇറങ്ങി, ഒരു തുടി വെള്ളമോ ഒന്ന് കയറി ഇരിക്കാൻ പോലും ഇന്നേ വരെ ഒരു വീട്ടിലും പറഞ്ഞിട്ടില്ല. പക്ഷെ ആശാൻ മാസാണ്, മരണമാസ്. ഡേയ്, എനിക്ക് കുറച്ച് മനസാക്ഷിയൊക്കെ ഉള്ളവനാണ് കേട്ടാ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മനസ്സിലായ ആശാനെ? എനിക്ക് ആശാന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ആശാനെ. മാറു മക്കളെ. ഇത് ഞാൻ പുറത്ത് 2000 രൂപയ്ക്ക് വിൽക്കുന്ന പുതപ്പാണ്. അതേനെ ഇത് അനങ്ങാതിരിക്കുന്നത്. പക്ഷേ ആശാൻ ഇപ്പൊ കാണിച്ചില്ലേ മാസിന്, ഞാൻ ഇത് മൊത്തം 10 എണ്ണം ഉണ്ട്. അത് മൊത്തം ഞാൻ ആശാന് 2000 രൂപയ്ക്ക്. വെറും 2000 രൂപയ്ക്ക് 10 എണ്ണോ? അപ്പൊ ചേച്ചി ഇവിടെ നമ്മൾ ഒരു പുതപ്പ് 500 രൂപയ്ക്ക് ഓൺലൈനിൽ ഇട്ട് വിറ്റാലും നമുക്ക് ലാഭമാണ്. മേടിച്ചാലോ? നിനക്കെന്തോ ഭ്രാന്തുണ്ടാടി? വേണ്ട. ഇവിടെ മേടിക്കാടി, കാശുണ്ടോ? നിനക്ക് എന്തിന്റെ കേടാണ്? വേണ്ടെന്ന് പറഞ്ഞില്ലേ ആശാനെ? വേണ്ടേ? വേണം വേണം. വേണ്ട വേണ്ട, പൊയ്ക്കോ. ആശാനെ, നമ്മൾ ആണുങ്ങൾ ഒരു തീരുമാനം എടുത്താ അത് എടുത്തതായിരിക്കണം. അല്ല മക്കളെ, വല്ലാത്ത പ്രതിസന്ധിയാണ് ഇപ്പൊ. എന്തിനു പറയണ നീ? അപ്പൂന് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാ ചെയ്. വാങ്ങിച്ചോ. പൈസ ഇല്ല എന്റെ. പൈസ ഇല്ലേ? അയ്യോ, എന്റെലും കാശില്ല. എനിക്ക് വാങ്ങാനും താല്പര്യവും ഇല്ല. അത് ശരി, 5ന്റെ പൈസയും കയ്യിലില്ല, മജിസ്ട്രേറ്റിന്റെ ഡയലോഗും. എന്റെ സമയം വെറുതെ കളയാനായിട്ട് പണിയൊന്നും ഇല്ലല്ലേ ആശാനെ? എന്റെ കൂടെ പറഞ്ഞ വൈകിട്ടാകുമ്പോ 10,500 തരാം. പറഞ്ഞ ഇവിടെ വാടോ. എന്താ ചേച്ചി? ചേച്ചി തന്റെ എന്തോ പറഞ്ഞത്? 10ന്റെ പൈസ ഇല്ലെന്നാ? ഇതിന്റെ അകത്ത് എത്ര ഷീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ? ഇതിന്റെ അകത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാശില്ലല്ലോ. താൻ കൂടുതൽ ഡയലോഗ് അടിക്കണ്ട. എത്ര ഷീറ്റ് ഉണ്ടോ? ഇതിനകത്ത് 10 എണ്ണം ഉണ്ട്. തന്റെ ഗൂഗിൾ പേ ഉണ്ടാ? ഇല്ല. ഫോൺ പേ ഉണ്ടാ? ഇല്ല. പിന്നെ എന്തുണ്ടാക്കാനാണോ കൊണ്ടുപോകാൻ നടക്കുന്ന ഈ ഷീറ്റ് കൊണ്ട്? കയ്യില് കാശ് മാത്രമല്ല, ബാക്കി എല്ലാം ഉണ്ടല്ലേ. ഡി പിങ്കി, നീ പോയി ആ ATM കാർഡ് എടുത്തോണ്ടോ. ഓക്കെ. പിന്നെ ഫോണും പോ. സാധനം എത്രയാന്ന് പറഞ്ഞ? 2000. അതെ, 2000. 2000 രൂപ ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തോണ്ട് വരും. എന്നിട്ട് തന്റെ മുമ്പായിട്ടേനെ ഈ ഷീറ്റ് മുഴുവൻ കത്തിച്ചു കളയുന്നു. വാശിയൊക്കെ കൊള്ളാം, പക്ഷെ ആദ്യം കാശ് എടുക്കണം. താൻ കൂടുതൽ ഇനി സംസാരിക്കണ്ട. മാറി ആശാനെ,